നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഏറ്റവും വലിയ ഭയമാണ് മരണഭയം എന്നുള്ളത്. മരണഭയത്തെ അതിജീവിക്കുവാൻ സാധിച്ചാൽ ജീവിതം കുറേ കൂടി നല്ല രീതിയിൽ ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ്. ആളുകൾ കുറേയധികം സമ്പാദിച്ച് കൂട്ടിവെക്കുവാൻ ശ്രമിക്കുന്നു. ആസ്വദിക്കാനുള്ളതായിരിക്കുന്ന സമയം പിന്നത്തേക്ക് മാറ്റിവെക്കപ്പെടുന്നു. ഒരു നാൾ എല്ലാം ബാക്കി വെച്ചുകൊണ്ട് അവർ യാത്രയും ആകുന്നു. യുധിഷ്ഠിരൻ പണ്ട് ആശ്ചര്യപ്പെട്ടതുപോലെ നിത്യവും നമുക്ക് ചുറ്റും പലരും മരിച്ചു പോകുമ്പോഴും നാം മരണത്തെ പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളതായിരിക്കുന്ന അഭിപ്രായം ഇവിടെ പ്രത്യേകം ചിന്തനീയമാണ്. മരണത്തെ പ്രതീക്ഷിച്ച് ഭയത്തോടുകൂടി ജീവിക്കണം എന്നല്ല ഈ വീഡിയോയിൽ പറയുന്നത്. മറിച്ച് ഇന്ന് ചെയ്യേണ്ടതും അനുഭവിക്കേണ്ടതും പരമാവധി നല്ല രീതിയിൽ ആത്മാർത്ഥമായി പൂർണ്ണതയോടുകൂടി അനുഭവിക്കണം എന്നതാണ്. ഒരാൾ പറയുകയാണ്, അയാളുടെ ഡോക്ടർ 4 വർഷം മുൻപ് പറഞ്ഞുവത്രേ, നിങ്ങൾക്ക് എയ്ഡ്സ് ആണ്, നിങ്ങൾ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന്. ഇത് കേട്ട അയാളുടെ ബാധ്യതകളും മറ്റും വളരെ വേഗം ചെയ്തു തീർത്തു. ബാക്കിയുള്ള ജീവിതം പരമാവധി സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്ന് കരുതി സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് പല നാടുകളും കറങ്ങി. പുതിയ സിനിമകളും പുതിയ സ്ഥലങ്ങളും മറ്റുമെല്ലാം തന്നെ ആസ്വദിച്ചു കണ്ടു. കരുതി വയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആകാവുന്ന തന്നാൽ കഴിയാവുന്ന ദാനധർമ്മങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്തു. ഫലമോ അയാൾ ഇപ്പോൾ പറയുന്നത് അയാളുടെ പോയ 48 വർഷത്തിൽ ജീവിച്ചിരുന്നത് ഈ 4 വർഷം മാത്രമാണ് എന്നതാണ്. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള അറിവ് അയാളുടെ ജീവിതത്തിന് പ്രചോദനമാവുകയാണ് ഉണ്ടായത്. മരണത്തെ മുന്നിൽ കണ്ട അയാൾക്ക് മരണഭയം അകന്നു നിന്നു. അത്യാഗ്രഹം, വഞ്ചന, ചതി എന്നിവ അയാൾ പൂർണ്ണമായും ഒഴിവാക്കി. ഓരോ നിമിഷവും പൂർണ്ണതയോടുകൂടി നോക്കിക്കണ്ട് അനുഭവിച്ചറിഞ്ഞ് ജീവിച്ചു. ഫലമോ കുറച്ചു മാസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞയാൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർവാധികം ആനന്ദത്തോടുകൂടി ജീവിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ജീവിക്കുന്നു. കഷ്ടപ്പാടാണ് ജീവിതം എന്ന് വിചാരിച്ച് ജീവിച്ചാൽ കഷ്ടപ്പാട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഏത് പ്രതിസന്ധിയിലും ഒരു തരി വെളിച്ചം പ്രതീക്ഷിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. അതിന് ഈശ്വര വിശ്വാസവും യഥാർത്ഥമായ അറിവും നമുക്ക് വേണം. ഇനി വരും വീഡിയോയിലൂടെ മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള അവസ്ഥയെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.